ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് മണ്ണിൽ പൊന്നു വിളയിക്കുക. ഇത് പഴയ പാഠപുസ്തകമാണേ. നമുക്ക് പഴയ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് പുതിയ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാം. അത് ഒരിത്തിരി വലുതാണ്. തന്നെയുമല്ല, ഇതിനകത്തെ കുറച്ച് പോയിന്റുകൾ പഠിക്കാം. അതിനുശേഷം അത് നോക്കാം. നോക്കിക്ക്, ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ എന്താ കാണുന്നത്? കുറച്ച് കുട്ടികൾ ഒരു കൃഷിത്തോട്ടത്തെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അവിടെ വിളവുകൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? എത്ര ആഹ്ലാദത്തോടെയാണ് ഈ കുട്ടികൾ അവരുടെ പച്ചക്കറിത്തോട്ടം പരിപാലിക്കുന്നത് എന്ന് നോക്കൂ. ഓരോ ചെടിയും പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും അവരുടെ മനസ്സും പൂക്കുകയും കായ്ക്കുകയും ഉണ്ടാവില്ലേ? നമ്മളും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ പൂവോ കായോ ഒക്കെ വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ. ഇവിടെ നോക്കിക്ക്, ഒരു കുട്ടി എന്താ പറയുന്നത്? അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി പടരാൻ ഒരുങ്ങി നിൽക്കുന്നു. അതിന് അവൻ എന്ത് ചെയ്തു? തടമെടുത്തു, വളമിട്ടു, നനയ്ക്കുകയും ചെയ്തു. എന്നാൽ എന്ത് സംഭവിച്ചു? നന്നായി പടർന്നു വളർന്നെങ്കിലും അതിൽ 2 or 3 കായ്കൾ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ എത്ര പരിപാലിച്ചാലും വിളവുണ്ടാകണമെങ്കിൽ എന്തോ വേണം? അതിന് ചില ഘടകങ്ങൾ വേണം. എന്താണ്? വളക്കൂറുള്ള മണ്ണായിരിക്കണം, അതിന് അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം അല്ലേ. പിന്നെന്താണ്? നല്ല വിത്തായിരിക്കണം. നല്ല വിത്തുകളും അതുപോലെ തന്നെ നടീൽ വസ്തുക്കളും ആയിരിക്കണം. നോക്കിക്കേ, വിത്തു ഗുണം. നമുക്കറിയാം, ഒരു ചെടിയിൽ ധാരാളം ഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലെ വിത്തുകളെല്ലാം നടാൻ വേണ്ടിയിട്ട് അനുയോജ്യമാണോ? നമ്മളിപ്പോൾ കണ്ടായിരുന്നു അടുക്കളമുറ്റത്തുണ്ടായ മത്തൻ തയ്യെക്കുറിച്ച് അല്ലേ. മത്തൻ തയ്യ് എത്ര പരിചരണം ചെയ്തിട്ടും അതിൽ ഫലങ്ങൾ ഉണ്ടാവാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്തിൻ്റെയാണ്? വെണ്ടച്ചെടിയുടെയാണ്. ആദ്യത്തെ ചിത്രത്തിൽ നല്ലതുപോലെ വെണ്ടയ്ക്ക ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ, അതിൽ രോഗബാധ ഏറ്റതാണ് അല്ലേ. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഏതിലാണ് കായ്ഫലം കൂടുതൽ? ഒന്നാമത്തെ ചിത്രത്തിലാണ് കായ്ഫലം കൂടുതൽ. രോഗബാധയുള്ള ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കാമോ? ശേഖരിക്കാനായിട്ട് കഴിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ അതിലെ വിത്ത് വീണ്ടും നമ്മൾ നട്ടാൽ ഉണ്ടാകുന്ന ചെടിക്കും ആ രോഗം ഉണ്ടാകും. ഒരു ചെടിയിൽ ആദ്യം ഉണ്ടാകുന്ന കായ്കൾ, ഇടയ്ക്കുണ്ടാകുന്ന കായ്കൾ, അവസാനമുണ്ടാകുന്ന കായ്കൾ എന്നിവ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് സമയത്തുണ്ടാകുന്ന കായ്കളാണ് വിത്തെടുക്കാൻ അനുയോജ്യം? ഏതാണ്? നമുക്കറിയാം, ആദ്യം ഉണ്ടാകുന്നതും അവസാനം ഉണ്ടാകുന്നതും എങ്ങനെയുള്ളതാണ്? നല്ല വിത്തായിരിക്കത്തില്ല. മധ്യഭാഗത്തുണ്ടാകുന്ന, അതായത് മധ്യകാലത്തിൽ ഉണ്ടാകുന്ന വിത്താണ് അനുയോജ്യം. അപ്പോൾ നമുക്ക് നടാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഫലം ഏതാണ്? മധ്യകാലത്ത് ഉണ്ടാകുന്ന വിത്താണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? വിത്ത് ശേഖരിക്കുന്നതിനുള്ള സസ്യം എങ്ങനെയായിരിക്കണം? മധ്യകാല ഫലത്തിൽ നിന്ന് വിത്ത് എടുക്കണം. അതുപോലെ തന്നെ രോഗബാധ ഇല്ലാത്തതായിരിക്കണം, ഉൽപാദനശേഷി ഉള്ളതായിരിക്കണം. ഓക്കെ, പാകി മുളപ്പിക്കൽ. വെണ്ട, പയർ തുടങ്ങിയവയിൽ നിന്ന് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? ആ വിത്തൊക്കെ ഇച്ചിരി മുഴുത്തതായിരിക്കും അല്ലേ. എന്നാൽ അതിനേക്കാൾ ചെറിയ വിത്തുകൾ ഉള്ളതിൽ നിന്ന് നമ്മൾ എങ്ങനെ വിത്തുകൾ തിരഞ്ഞെടുക്കും? അതിന് എന്ത് ചെയ്യണം? വിത്ത് പാകി മുളപ്പിച്ച് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിച്ചെടുത്ത് നടുന്ന രീതിയാണ് വഴുതന കൃഷിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് തീരെ ചെറിയ വിത്തൊക്കെ എടുക്കാൻ പറ്റാത്തത് നമ്മൾ എന്തോ ചെയ്യും? ആ വിത്തുകൾ പാകി മുളപ്പിച്ച് മികച്ച തൈ നമ്മൾ പറിച്ച് നടും. ഓക്കെ, തൈകൾ പറിച്ചു നടുന്നവയും അല്ലാത്തവയുമുണ്ട്. അതിനുദാഹരണം ഏതൊക്കെയാണ്? തക്കാളി, മുളക്, വഴുതന, നെല്ല് എന്നിവയൊക്കെ തൈകൾ പറിച്ചു നടുന്നവയാണ്. നേരിട്ട് വിത്ത് പാകി കൃഷി ചെയ്യുന്നത് വെണ്ട, പയറ്, വെള്ളരി എന്നിവയൊക്കെ നേരിട്ട് വിത്ത് നടുകയാണ്. ഇനിയും തണ്ട് മുറിച്ച് നടൽ. വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളും മറ്റു ഭാഗങ്ങൾ മുളിച്ചുണ്ടാവുന്ന സസ്യങ്ങളും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെ ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് പറയുന്നത്. എന്താണ്? വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെ ലൈംഗിക പ്രത്യുൽപാദനം എന്നും, സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെ കായിക പ്രജനനം എന്നാണ് പറയുന്നത്. നോക്കിക്കും, മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവ തണ്ട് മുറിച്ചാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത് അല്ലേ. ഇനിയും ഇവിടെ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും കായിക പ്രജനനത്തിലൂടെയും ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് നട്ട് ഏതൊക്കെയാണ്? വിത്ത് നട്ട് വെണ്ട, പയറ്, വെള്ളരിയൊക്കെ വിത്ത് നട്ടാണ് കിളിപ്പിക്കാറുള്ളത്. വേരും തണ്ടും അതുപോലെ തന്നെ ഇലയിലൂടെയൊക്കെ ഉണ്ടാവുന്നത് കായിക പ്രജനനം അല്ലേ. അപ്പോൾ അവിടെ കറിവേപ്പ്, മരച്ചീനി, മധുരക്കിഴങ്ങൊക്കെ
ആ ഒരു രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിന് എന്താണ് മാർഗം എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, പതിവയ്ക്കൽ, ലെയറിങ്. നമുക്കിത് വായിച്ചു നോക്കാമേ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പതിവയ്ക്കൽ എങ്ങനെയാ ചെയ്യുന്നതാണ്. തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പ് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊമ്പിൽ 1 സെന്റിമീറ്റർ വീതിയിൽ വളയ ആകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. പിന്നെന്ത് ചെയ്യണം, തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വച്ച് കെട്ടണം. പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക. രണ്ടറ്റത്തും ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടുക. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനയ്ക്കണം. ദാ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, മിഠായി കെട്ടി വെക്കുന്ന പോലെ, കണ്ടോ. 2 മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും. ദേ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാറാകുന്നത് വരെ ചട്ടിയിൽ സംരക്ഷിക്കണം. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ പതിവയ്ക്കൽ ഫലപ്രദമാണ്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും പതിവയ്ക്കാറുണ്ട്. ദാ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പതിവയ്ക്കലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നോക്കിക്കേ. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലിപ്പവും കുറവായിരിക്കും. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. രോഗബാധയുള്ള ചെടികളിൽ പതിവെച്ചാൽ എന്ത് സംഭവിക്കും? പുതിയ ചെടിക്കും ആ രോഗം തന്നെ വരും. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളെക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. തായ്വേര് പഠനം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമായി വരും. ഓക്കെ, അടുത്തത് കൊമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ്. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പൊട്ടിക്കൽ. പണ്ട് മുതൽ നാം ചെയ്തു വരുന്ന ഒരു രീതിയാണിത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ എന്താ പറയുന്നത്? സ്റ്റോക്ക്, മൂലകാണ്ഡം എന്ന് പറയുന്നു. ഒട്ടിക്കുന്ന കൊമ്പിന് എന്താ പറയുന്നത്? സയൻ, ഒട്ടുകമ്പെന്നും പറയുന്നു. നാടൻ മാവിന്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇവിടെ നാടൻ മാവിന്റെ തൈ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക്, മൂലകാണ്ഡമാണ്. മാൽഗോവയുടെ കൊമ്പെന്ന് പറയുന്നത് സയൻ. സയൻ എന്ന് പറയുന്നത് ഒട്ടുകമ്പാണ്. നോക്കിക്കോ, ഇവിടെ ചിത്രവും കാണിച്ചിട്ടുണ്ട്, ചെയ്യുന്ന രീതിയും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാമേ. സയനിലും സ്റ്റോക്കിലും 3.5 മീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് തൊലി ചെത്തി നീക്കുക. ഇതാ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. സയനിലും സ്റ്റോക്കിലും ചെയ്യണം. 3.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് തൊലി ചെത്തി നീക്കുക. പിന്നെന്ത് ചെയ്യണം? ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ച് സ്റ്റോക്കിനോട് ചേർത്ത് വെക്കുക. കണ്ടോ, ഒട്ടിക്കേണ്ട കൊമ്പ്, ഇതാ ഈ കൊമ്പാണ് ഒട്ടിക്കേണ്ടത്. കണ്ടോ, അത് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് സയനിലെയും സ്റ്റോക്കിലെയും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച് ചാക്കുനൂൽ കൊണ്ട് വരിഞ്ഞ് മുറുക്കുക. അതാണ് കണ്ടോ, ഇവിടെ വരിഞ്ഞ് മുറുക്കിയിട്ടുണ്ട് ഈ ഭാഗത്തെ. പിന്നെന്താ പറയുന്നത്? മെഴുകുതുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം കഴിയുമ്പോൾ കെട്ടിന് മുകളിൽ സ്റ്റോക്കും കെട്ടിന് താഴെ സയനും പകുതി മുറിക്കുക. ഇവിടെ സ്റ്റോക്ക് മുറിക്കുന്നു, ഇവിടെ സയനും മുറിക്കുന്നു. 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും മുറിച്ചു മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ്. സ്റ്റോക്കിൽ നിന്ന് ശിഖരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അവ എന്തോ ചെയ്യണം? മുറിച്ച് മാറ്റണം. മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിംഗ്. ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം എന്താ ഒട്ടിക്കുന്നത്? മുകുളമാണ് ഒട്ടിക്കുന്നത്. ഒരു പൂച്ചട്ടിയിൽ പലതരം പൂക്കൾ ഉണ്ടാകുന്നതിന് ഈ രീതി ഉപയോഗിക്കാം. നാടൻ ഇനങ്ങളിൽ മറ്റ് ഇനങ്ങളുടെ മുകുളങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ മുകുളം ഒട്ടിക്കൽ നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കണം. ശേഷം എന്ത് ചെയ്യണം? മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ T ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി വിടർത്തി വെക്കുക. പിന്നെന്തോ ചെയ്യണം? T ആകൃതിയിലുള്ള മുറിവിലെ തൊലിയിൽ മുകുളം തിരുകി വെക്കുക. മുകുളം പുറത്തു കാണാത്ത വിധം പൊതിഞ്ഞ് കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാം. ഓക്കെ, ഗുണങ്ങൾ ചേർന്നാൽ. ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതുമായ സസ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പുതിയ മികച്ച തൈച്ചെടി ഉണ്ടാക്കുന്ന രീതി നമ്മൾ പരിചയപ്പെട്ടു. ഇനിയും മികച്ച വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, നമ്മൾ ചെടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ പഠിച്ചത്. ഇനിയും വിത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ വെസ്റ്റ് കോസ്റ്റ് ടോള്, ചാവക്കാട് ഓറഞ്ച് എന്നിവ കാണിച്ചിട്ടുണ്ട്. നീളം കൂടിയ ഇനമാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഇനമാണ് ചാവക്കാട് ഓറഞ്ച്. പ്രത്യേകത എന്താണെന്ന് നോക്കാം.
വെസ്റ്റ് കോസ്റ്റ് ടോള് 20 തൊട്ട് 30 മീറ്റർ ഉയരമുണ്ടാകും. ചാവക്കാട് ഓറഞ്ച് എങ്ങനെയാണ്? 8 to 10 മീറ്റർ ഉയരമുണ്ടാകും. 6 to 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും വെസ്റ്റ് കോസ്റ്റിൽ. എന്നാൽ ചാവക്കാട് ഓറഞ്ചിൽ എങ്ങനെയാണ്? 4 തൊട്ട് 5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും, പെട്ടെന്ന് കായ്ക്കും. എന്നാൽ ചാവക്കാട് ഓറഞ്ചിന് ആയുസ് കുറവാണ്. വെസ്റ്റ് കോസ്റ്റ് ടോളിന് ആയുസ് കൂടുതലാണ്. എത്രയാണ്? 80 തൊട്ട് 100 വർഷം വരെയാണ് ആരുടെ ആയുസ്? വെസ്റ്റ് കോസ്റ്റ് ടോളിന്റെ. എന്നാലും 30 തൊട്ട് 35 വർഷം വരെയുള്ളൂ ചാവക്കാട് ഓറഞ്ചിന്റെ ആയുസ്. പച്ച നിറത്തിലുള്ള തേങ്ങയാണ് വെസ്റ്റ് കോസ്റ്റ് ടോളിൽ ഉണ്ടാവുന്നത്. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറത്തിലുള്ള തേങ്ങയാണ് ചാവക്കാട് ഓറഞ്ചിൽ ഉണ്ടാവുന്നത്. പ്രധാന ഇനങ്ങൾ വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. പ്രധാന ഇനങ്ങൾ ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോന്തം. ഇനിയും വർഗ്ഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കി. ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. എന്താണ്? ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിന്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാവാം. ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. നോക്കിക്കേ, സങ്കര ഇനം തെങ്ങുകൾ ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ എന്ന് പറയുന്ന ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ്. അടുത്തത് ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നതാണ്. ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും ചേർന്നതാണ്. നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിലും ഈ രീതിയിൽ മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. നെല്ല് ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, പയറ്, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതിനൊക്കെ കോഡ് ഉണ്ട് കേട്ടോ. കോഡ് ഉപയോഗിച്ചതൊക്കെ എല്ലാവരും പഠിക്കുന്നത്. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, വഴുതന, സൂര്യ, ശ്വേത, ഹരിത, നീലിമ, തക്കാളി, മുക്തി, അനഘ, അക്ഷയ. ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ചിത്രം കണ്ടോ. പവിത്രയുടെയും സൽകീർത്തി, ജ്യോതിക, നീലിമ, അനുഗ്രഹ, അക്ഷയ അവരൊക്കെ ചിത്രം കാണിച്ചിട്ടുണ്ടേ. നോക്കിക്കേ, ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പ്രിയങ്ക. മണ്ണൂത്തി ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവലിനം പ്രിയങ്ക. അപ്പോൾ പച്ചക്കറിയുടെയും നെല്ലിൻ്റെയൊക്കെ ഇനങ്ങൾ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ പാവലിനമാണ് പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത്. കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇനി നോക്കിക്കേ, ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെടിയിൽ നിന്ന് അതിന്റെ സവിശേഷതകളുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത. ഇനി നോക്കിക്കേ, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാധ്യമാവേണ്ടത്? മികച്ച ഉൽപാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തു ലഭ്യമാകൽ. ഇനിയും നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ടതാണ്, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ ഇതാ ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും കർഷകരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കൃഷിഭവൻ മുഖേനയാണ്. ഇനിയും സസ്യവൈവിധ്യം. മികച്ച നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. വളക്കൂറില്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചാലും കാര്യമായ വിളവ് ലഭിക്കണമെന്നില്ല. മണ്ണിന്റെ ഗുണമേന്മയാണ് ചെടിയുടെ ആരോഗ്യം. വിളവെടുപ്പ് കഴിഞ്ഞാൽ സസ്യാവശിഷ്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള നേട്ടമെന്ത്? ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല, മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രയും ഗുണമേന്മ മണ്ണിന് ലഭിക്കും. ഇടവിള. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. മണ്ണിൽ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. അടുത്തത് വിളപരിചയം.
ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യായം. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട്. പയർ വർഗ്ഗങ്ങൾ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിയില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുന്നു. വിള പരിപാലനം. നോക്കിക്കേ, ഫുക്കോക്ക പറയുന്നത് എന്താണെന്ന്. ഫുക്കോക്ക എന്ന് പറയുന്ന ആരാണ്? ജൈവ കൃഷി ഗവേഷകനാണ്, ജപ്പാൻ. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യരാശി അടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവിനിയാണ് ജൈവവളങ്ങൾ. ഇത് ജീവന്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുകയും ചെയ്യും. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു കർഷകൻ പറയുന്നത് എന്താ? കളകൾ ഉണ്ടാവരുത്, അതിനെന്തോ ചെയ്യണം? കളനാശിനി പ്രയോഗിക്കണം എന്നാണ് പറയുന്നത്. രോഗങ്ങളും കീടങ്ങളും ഉണ്ടാവരുത്, അതിന് കീടനാശിനി തളിക്കണം എന്ന് അയാൾ പറയുക. വിളവ് കുറയരുത്, നന്നായി രാസവളം ചേർക്കണം. ഇയാൾ പറയുന്ന ഒരു കാര്യത്തോട് നമുക്ക് യോജിക്കാനായിട്ട് കഴിയത്തില്ല, അല്ലേ? ഇതെല്ലാം മണ്ണിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. നോക്കിക്കേ, ജൈവ കീടനാശിനികൾ. ഇവിടെ പുകയില കഷായവും വേപ്പിൻ പിണ്ണാക്കും വേപ്പെണ്ണ എമൽഷനും തയ്യാറാക്കുന്ന രീതിയാണ് പറയുന്നത്. അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കണേ. ഇനിയും ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവവളങ്ങളാണ് ചെയ്യേണ്ടത്. ജൈവവളങ്ങളാണ് ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി തുടങ്ങിയവയൊക്കെ ജൈവവളങ്ങളാണ്. അഭിമുഖം നടത്താം. കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് കർഷകനുമായി ബീന നടത്തിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, വിള നശിപ്പിക്കുന്ന കീടങ്ങളെ അകറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചേക്കുക. ഇല തിന്നുന്ന പുഴുക്കൾ, തണ്ടിലെ നീര് ഊറ്റി കുടിക്കുന്ന പ്രാണികൾ, കായ്കൾ നശിപ്പിക്കുന്ന കീടങ്ങൾ എന്നിവയെ നശിപ്പിക്കാൻ പ്രധാനമായും അദ്ദേഹം എന്താ ഉപയോഗിക്കുന്നത്? പുകയില കഷായമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത എന്താണ്? കീട നിയന്ത്രണത്തിന് മറ്റു മാർഗങ്ങളുണ്ടോ? കീടങ്ങളെ പെറുക്കി മാറ്റാം. പിന്നെന്താ ചെയ്യേണ്ടത്? ഓന്ത്, തവള, അരണ തുടങ്ങിയ ജീവികൾ ധാരാളം കീടങ്ങളെ തിന്ന് ഒടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? നനയ്ക്കുന്നതിനുള്ള ഒരു മാർഗമാണല്ലോ തുള്ളി നന. അതിനെക്കുറിച്ച് വിശദീകരിക്കാമെന്ന് ചോദിച്ചേക്കുവാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ജലം തുള്ളിത്തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് തുള്ളി നന. നോക്കിക്കേ, ഭക്ഷ്യവിളകൾ മാത്രമാണോ നാം കൃഷി ചെയ്യുന്നത്? മറ്റെന്തെല്ലാം വിളകൾ കൃഷി ചെയ്യാറുണ്ട്? അപ്പോൾ നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്, ഇവിടെ കണ്ടോ, പുഷ്പകൃഷിയുടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. തേയിലകൃഷിയുണ്ട്, അലങ്കാര സസ്യകൃഷിയുണ്ട്. ഇനിയും പരുത്തി നോക്കിക്കേ, കോട്ടൺ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? നൂല് ഉണ്ടാക്കുന്നു. പഞ്ഞിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കാം. പിന്നെന്താ പറയുന്നത്? പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, ചണം. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയതിനു ശേഷം തല്ലി ചതച്ച് നാരുകൾ വേർപെടുത്തുന്നു. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. ഇവിടെ നല്ല ചിത്രം കാണിച്ചിട്ടുണ്ട്, കണ്ടോ. ഇനിയും കയറ്. നാളികേരത്തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു. പിന്നീട് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. ഇവ പിരിച്ച് പലതരം കയറുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. നോക്കിക്കേ, ഇനി ചവിട്ടിയും മറ്റും വാങ്ങുമ്പോൾ കയർ കൊണ്ടുള്ളത് വാങ്ങാൻ അച്ഛനോട് പറയണം. എന്തുകൊണ്ടാണ്? അത് പ്രകൃതിദത്തമാണ്. നോക്കിക്കേ, സംയോജിത കൃഷി. ഇവിടെ എന്താ കാണിച്ചേക്കുന്നത്? ഇവിടെ ഒരു വീട്ടിൽ ചെയ്യുന്ന കൃഷിയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? കാലി വളർത്തലും നെൽകൃഷിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടുത്തെ കൃഷിരീതികളെല്ലാം തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണ്. നോക്കിക്കേ, ഇവിടെ നെൽകൃഷി കാണിച്ചിട്ടുണ്ട്. നെൽകൃഷിയിൽ നിന്ന് കിട്ടുന്ന വൈക്കോല് കന്നുകാലിക്ക് തീറ്റയായിട്ട് കൊടുക്കാം.
നെല്ല് കുത്തുമ്പോൾ കിട്ടുന്ന തവിടും കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം. ചാണകം നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കാം. ഗ്യാസ് നമുക്ക് പാചകത്തിനായിട്ട് ഉപയോഗിക്കാം. അടുക്കള ആവശ്യത്തിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ് ഒക്കെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാനായിട്ട് കഴിയും. പിന്നീട് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതായത് പച്ചക്കറിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെന്താണ് ഇവിടെ കാണിച്ചേക്കുന്നത്? ഇവിടെ താറാവ് വളർത്തലുണ്ട്, അതുപോലെ തന്നെ മത്സ്യകൃഷിയുണ്ട്. നമുക്ക് നെൽകൃഷിയിൽ നിന്ന് കിട്ടുന്ന തവിടൊക്കെ മത്സ്യത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ താറാവിനും അതിൽ നിന്ന് തീറ്റി കൊടുക്കാൻ സാധിക്കും. പിന്നെന്താണ്, കുളത്തിലാണ് താറാവിൻ്റെ കൂട് വെച്ചേക്കുന്നത്. അതും നമുക്ക് അടുത്ത ഭാഗത്തായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ കൃഷികളെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. ശരി. താറാവ് കൂട് മത്സ്യക്കുളത്തിന് മുകളിൽ വയ്ക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്? താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ലഭിക്കും. താറാവിൻ്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വർധനവിന് കാരണമാകും. ജലസസ്യങ്ങൾ മത്സ്യങ്ങളുടെ ആഹാരമാണ്. ജലാശയത്തിലെ കീടങ്ങൾ, പായലുകൾ, ഒച്ച്, തവളക്കുഞ്ഞുങ്ങൾ എന്നിവ താറാവിന് ഭക്ഷണമായി ലഭിക്കും. ഇനിയും കൃഷിയും കന്നുകാലി വളർത്തലും. കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സംയോജിത കൃഷിരീതിയാണ്. നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും വളർത്താം. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോൽ, നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. തെങ്ങിൻ തോപ്പിൽ ആട്, താറാവ്, കോഴി എന്നിവയെ വളർത്താം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ചാപ്റ്ററാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.